വയനാട്ടിൽ ഇന്നലെ ഉച്ച മുതൽ മഴയുടെ ശക്തി കുറഞ്ഞു. രാത്രിയിലൊക്കെ ഒറ്റപ്പെട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പോലെ ശക്തമായ മഴ തുടർച്ചയായി പെയ്യുന്ന ഒരവസ്ഥയില്ല. ഇപ്പോഴും മഴ മാറി നിൽക്കുകയാണ്. ഇത് പനമരം പുഴയുടെ തീരത്തുള്ള പാടശേഖരമാണ്. അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. പക്ഷേ വീടുകളിലേക്ക് വെള്ളം കയറിയ അവസ്ഥ കൂടുതലായില്ല. ഈ ഒറ്റപ്പെട്ട വീടുകളൊക്കെ പാടശേഖരത്തിന് നടുവിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ. അതല്ലാതെ ജനവാസ മേഖലയിലേക്ക് വെള്ളം കയറിയ അവസ്ഥ വയനാട്ടിൽ നിലവിലില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇന്നലെ ഉണ്ടായത് കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ വയനാട്ടിലേക്ക് കടക്കുന്ന ഭാഗത്ത്, കർണാടകയിൽ നിന്ന് വയനാട്ടിലേക്ക് കടക്കുന്ന ഭാഗത്ത് പൊൻകുഴിയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ അവിടെ വാഹനങ്ങൾ കുടുങ്ങി. ആദ്യം ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നീട് ആകെ ട്രാഫിക് ബ്ലോക്കായി. ബസ്സുകൾ, KSRTC ബസ്സുകൾ അടക്കം കുടുങ്ങി. ആ ഭാഗത്ത് നിന്ന് വന്നവർക്ക് വനത്തിൽ കുടുങ്ങുന്ന അവസ്ഥയുണ്ടായി. കാരണം കർണാടക ഭാഗത്തും വനമാണ്, കേരളത്തിലേക്ക് കടക്കുന്ന ഭാഗത്തും വന്യജീവി സങ്കേതമാണ്. അവിടെ വനത്തിൽ ആളുകൾ കുടുങ്ങിപ്പോയി. ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടാൻ ആദ്യം ബുദ്ധിമുട്ടി. പിന്നീട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകരൊക്കെ എത്തി ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിച്ചു. ഫയർഫോഴ്സും പോലീസും രാത്രിയോടെ അവിടെ നിന്ന് വാഹനങ്ങൾ മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആളുകളെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിച്ചു. രാത്രി ഏതാണ്ട് അർദ്ധരാത്രിയോടെയാണ് ഈ ദൗത്യം പൂർത്തിയായത്. എന്തായാലും നിലവിൽ അവിടെ വെള്ളക്കെട്ടില്ല. ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ രാത്രി കുടുങ്ങിയ ചില വാഹനങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ഉണ്ട്. എന്തായാലും ആ സമയത്ത് ആളുകൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിരുന്നു. രാത്രിയോടെ ജില്ലാ ഭരണകൂടം ഇടപെട്ട പോലീസും ഫയർഫോഴ്സും ഒക്കെയായി ആളുകളെ വനമേഖലയിൽ നിന്ന്, ദേശീയപാത തന്നെയാണെങ്കിലും ചുറ്റും വന്യജീവി സങ്കേതമാണ്, അതുകൊണ്ട് ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. രാത്രി തന്നെ ആളുകളെ പുറത്തെത്തിച്ചു. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വികസനം വാട്സപ്പ് കൂട്ടായ്മ എന്ന സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരൊക്കെ എത്തി ഭക്ഷണവും വെള്ളവും ഒക്കെ ആളുകൾക്ക് എത്തിച്ചു നൽകുകയും ചെയ്തു. എന്തായാലും നിലവിലെവിടെയും ഗതാഗത തടസ്സമോ അല്ലെങ്കിൽ റോഡിലെ വെള്ളക്കെട്ട് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിനോദസഞ്ചാരികളെ പൂർണ്ണമായും തടഞ്ഞിരിക്കുകയല്ലേ കമൽ? വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഏതാണ്ട് അടഞ്ഞു കിടക്കുകയാണ്. നിലവിൽ മഴ ഉള്ളതുകൊണ്ട്, ആശങ്കയുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ സഞ്ചാരികൾ കേരളത്തിന്റെ മറ്റു ഭാഗത്തു നിന്നൊന്നും വരുന്നില്ല. റിസോർട്ടുകളിലൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത ആളുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി അവർ അവിടെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ തുടരുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ. ഇന്ന് ഇപ്പോൾ കാലാവസ്ഥ മാറുമോ എന്നറിയില്ല. എന്തായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നുകൂടി അവധിയാണ്. മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ, വെള്ളം കയറിയ പ്രദേശങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ തുടരുകയാണ്.